ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ സബ്ജക്റ്റ് ക്രിയേറ്റ് സ്ലൈഡ് മെനു ഇൻ യൂസർ ഫോറം എക്സൽ VBA. ആദ്യമായി നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. ഷോ ഫോം ക്ലിക്ക് മെനു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട, ഇതിൻ്റെ മുകളിൽ മൗസ് വെച്ചാൽ മതി. ഡാഷ് ബോർഡ്, ലാബ്, ട്രാൻസാക്ഷൻ, അക്കൗണ്ട്, ഇൻവെൻ്ററി, ബാർകോഡ് മാനേജർ, ക്രിയേറ്റ് കമ്പനി, ഹെൽപ്പ്. ക്ലിക്ക് റീസെറ്റ് ആവും. ക്ലിക്ക് ഓക്കെ. ഡെവലപ്പർ ടാബ്, അതിനുശേഷം വിഷ്വൽ ബേസ്ഡ്, ഇൻസേർട്ട്, യൂസർ ഫോറം. യൂസർ ഫോറത്തിൻ്റെ സൈസ് കുറച്ച് വലുതാക്കുക. ഓക്കെ. ഈ പ്രോപ്പർട്ടി വിൻഡോയിൽ പോയിട്ട് ബാക്ക് കളർ ഇവിടെ വൈറ്റ് കൊടുക്കുക. ഫോണ്ട് ക്യാംബ്രിയ 11 കൊടുക്കുക സൈസ്. ഓക്കെ. ബോർഡർ സ്റ്റൈൽ സിംഗിൾ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് വേണ്ട കമാൻഡ് ബട്ടണാണ്. കമാൻഡ് ബട്ടൻ്റെ സൈസ് ഇത്ര വേണ്ട. ക്യാപ്ഷൻ കൊടുക്കുന്നതോ മെനു. ബാക്ക് സ്റ്റൈൽ ഇവിടെ ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക. ഓക്കെ. ലെഫ്റ്റ് ഇവിടെ 2 കൊടുക്കുക. ലെഫ്റ്റ്. ഓക്കെ. ടോപ്പ് അതേപോലെ 2. ഇനി ഇവിടെ വേണ്ടത് ഇമേജാണ്. ഇമേജ് സൈസ്. ഓക്കെ. ഇമേജിൻ്റെ ലെഫ്റ്റ് അതേപോലെ തന്നെ 2. ഇനി നമുക്ക് ഈ ഇമേജ് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടി പിക്ചർ ബ്രൗസ് ചെയ്യാം. ഓക്കെ. ഈ പിക്ചർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പിക്ചർ മോഡ് ക്ലിപ്പല്ല, സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ. ഓക്കെ. ഇനി ഇവിടെ വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ ഹൈറ്റ് എത്ര കൊടുക്കും? 243. അതായത് ഇമേജിൻ്റെ ഏതാ ഹൈറ്റ്, അതേ ഹൈറ്റ് നമുക്ക് ഫ്രെയിമിനും കൊടുക്കുക. 243. ഓക്കെ. ക്യാപ്ഷൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുക. ക്യാപ്ഷൻ വേണ്ട. ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക് കളർ ഇവിടെ ബ്ലാക്കാണ്. ബോർഡർ കളർ വൈറ്റും. ഓക്കെ. ഇവിടെ നമുക്ക് വേണ്ടത് ലേബിളാണ്. ലേബിൾ. നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ. ഇനി ലേബിളിന് റീനെയിം കൊടുക്കണം. ലേബൽ 1 ഇവിടെ കൊടുക്കുന്ന എന്താ? LBL1.
LBL 7. ഓക്കെ. ഇത് ക്യാപ്ഷൻ ഒന്ന് LBL 1 ക്യാപ്ഷൻ ഒന്ന് കൊടുക്കും ഡാഷ്ബോർഡ്. രണ്ടാമത്തേത് ട്രാൻസാക്ഷൻ. LBL 3 അക്കൗണ്ട്. LBL 4 ഇൻവെൻ്ററി മാനേജർ. LBL 5 ബാർകോഡ് മാനേജർ. ഏഴിലെന്താ ക്രിയേറ്റ് കമ്പനി. ഏഴാമത്തത് ഹെൽപ്പ് കൊടുക്കുക. ഓക്കെ. ഇനി ഈ ലേബിള് നമുക്ക് ഫ്രെയിമിൽ കൊണ്ടുവെക്കാം. ഇവിടെ ലെഫ്റ്റ് കൊടുക്കേണ്ട 1. ഓക്കെ. അതിനുശേഷം മൊത്തം സെലക്ട് ചെയ്യുക. ബാക്ക് സ്റ്റൈൽ ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക. അതിനുശേഷം ഫോർ കളർ ഇവിടെ വൈറ്റ്. ഓക്കെ. സൈസ് കുറച്ച് ചെറുതാക്കുക. അതേപോലെ ഫ്രെയിമിൻ്റെ സൈസും കുറച്ച് ചെറുതാക്കുക. ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് കോഡിങ് ചെയ്യാനുള്ളത് ഡാഷ്ബോർഡ്, അതായത് ലേബിൾ. ആദ്യമായി ഡാഷ്ബോർഡ് ഡബിൾ ക്ലിക്ക്. ഇവിടെ പ്രൊസീജിയർ ഇവിടെ വേണ്ടത് മൗസ് പോവാം. അതായത് മൗസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ കോഡ് വർക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ I = 1 to 7 on error or resume next. അതിനുശേഷം LBL and I dot left = 1. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ LBL and I dot font dot bold = false. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ ലൂപ്പ് അവസാനിച്ച്. അതിനുശേഷം ഇവിടെ വേണ്ടത് .LBL dot left = 20. അതിനുശേഷം .LBL 1 dot font dot bold = true. ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഈ കോഡ് മറ്റുള്ളതിലും കൂടി അപ്ലൈ ചെയ്യുക. കോപ്പി LBL 2 പ്രൊസീജിയർ മൗസ് മൂവ് Ctrl V. ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് എന്താ LBL 2 അതിനുശേഷം LBL 2.
ലാസ്റ്റ് ഏതാ LBL 7 മൗസ് മൂവ് കൺട്രോൾ V. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫ്രെയിമിന് എന്ത് ചെയ്യണം? ഏറ്റവും മുകളിലായിട്ട് മെനുവിൻ്റെ താഴെ ലെഫ്റ്റിലായിട്ട് കൊണ്ടുവെക്കണം. അതിനുവേണ്ടി മെനു ഡബിൾ ക്ലിക്ക്. ഇവിടെ പ്രൊസീജിയർ വേണ്ടത് മൗസ് മൂവാണ്, ക്ലിക്കല്ല. അതേമാതിരി വേണ്ടത് മീ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ എത്രയാ? 2. ഓക്കെ, മൗസ് മൂവ്. ഓക്കെ, ഇനി ടോപ്പാണ് വേണ്ടത്. മീ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് ടോപ്പ് ഈക്വൽ മീ ഡോട്ട് കമാൻഡ് ബട്ടൺ 1 ഡോട്ട് ടോപ്പ് പ്ലസ് മീ ഡോട്ട് കമാൻഡ് ബട്ടൺ 1 ഡോട്ട് ഹെയ്റ്റ്. ഓക്കെ, കറക്റ്റ്. ഇനി വേണ്ടത് എന്താ? ഇതിപ്പോൾ ഉള്ളത് ഇമേജിൻ്റെ മുകളിലായി ഫ്രെയിം ഉള്ളത്. ഇമേജിൻ്റെ വലത്ത് ഭാഗത്തേക്ക് മൂവ് ചെയ്യിക്കണം. അതിനുവേണ്ടി മീ ഡോട്ട് ഇമേജ് 1 ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ മീ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് ലെഫ്റ്റ് പ്ലസ് ചെയ്യണമെന്ന് മീ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, ഓക്കെ, മൂവായി. പക്ഷേ പിക്ചർ മൊത്തമായി നമുക്കിപ്പം കാണാൻ കഴിയില്ല. കാരണം യൂസർ ഫോറിൻ്റെ അകത്തേക്ക് ഈ പിക്ചർ മൂവ് ചെയ്തു. ഇമേജിൻ്റെ സൈസ് കുറക്കണം, കാരണം വിഡ്ത്ത് കുറക്കണം ഇമേജിൻ്റെ. അതിനു വേണ്ടി ഇമേജിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എത്രയാണെന്ന് ആദ്യം നോക്കണം. എത്രയാ? 735. കൺട്രോൾ C കോപ്പി ചെയ്യുക. ഇനി A ഈക്വൽ കൺട്രോൾ V. ഇനി മീ ഡോട്ട് ഇമേജ് 1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ വാൾ A മൈനസ് മീ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് വിഡ്ത്ത്. ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈക്വൽ കൊടുത്തില്ല. ഓക്കെ, ഇപ്പം കറക്റ്റായി. ഇമേജിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ് ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി റീസെറ്റ് ചെയ്യണമല്ലോ. അതിനു വേണ്ടി എന്ത് ചെയ്യും? യൂസർ ഫോൺ ഡബിൾ ക്ലിക്ക്. ഫോർ I ഈക്വൽ 1 to 7 മീ ഡോട്ട് മീ LBL and I dot left equal 0. Okay, next I me dot image 1
ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ 2 me dot image 1 dot width equal എത്ര ഉണ്ടായത് 735 കോപ്പി കൺട്രോൾ V. ഓക്കെ, ഇതും ചെക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഫ്രെയിം മൂവ് ചെയ്യിക്കണം. ഈ ഡോട്ട് ഫ്രെയിം 1 ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ -200. ഓക്കെ, യൂസർ ഫോറം ക്ലിക്ക് റീസെറ്റായി. നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഫ്രെയിമിൻ്റെ ഡിഫോൾട്ട് യൂസർ ഫോറം ഇനീഷ്യലൈസ് me dot frame 1 dot left equal -200. ഓക്കെ, അതിനുശേഷം യൂസർ ഫോർ സൈസ് കുറച്ച് ചെറുതാക്കുക. ഇവിടെ ഹൈറ്റ്, ഇവിടെ യൂസർ ഫോറം ഹൈറ്റ് കുറച്ച് ചെറുതാക്കുക. പ്ലേ മെനു ബാർ. ഓക്കെ, ക്ലിക്ക് മെനു ബാർ. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.